ഇന്ന് നമുക്ക് നമ്മളെ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തേക്കാം. അപ്പം നാളെയാണ് സ്കൂൾ തുറക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തേക്കാൻ പോവാണ്. ഇതിൻ്റെ യൂണിക്കോണിൻ്റെ ന്യൂ ബാഗ്, എൻ്റെ യൂണിക്കോണിൻ്റെ ബാഗാണ്. ഇതിൽ 4 കള്ളികളാണ് വരുന്നത്. ഇത് ഞാൻ വാങ്ങിയ സ്ഥലം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ബോക്സ് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് നല്ല ബോക്സാണ്. ഈ ബോക്സാണ് വരുന്നത്. ഇതിൽ ഞാൻ കൊണ്ടുപോകുന്നത് 2 ബ്ലാക്ക് പെന്നാണ്. ഞാൻ ഇനി 5ാം ക്ലാസ്സിലേക്കാണ്. അപ്പം പെൻസിലൊന്നും അത്യാവശ്യം വരത്തില്ല, അതുകൊണ്ട് ഞാൻ പെന്നാണ് ഞാൻ 2 എണ്ണം വെച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ 2 പെന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പെൻസിൽ, ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പെൻസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മായ്മെൽഡിൻ്റെ റബ്ബർ, പിന്നെ ഒരു മായ്മെൽഡിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി സ്കെയിൽ. അത് നമുക്ക് ഇങ്ങനെ ബോക്സ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളെ ഡോംസിൻ്റെ ഒരു സ്കട്ടർ അവൈലബിൾ ആയിരിക്കും, നമുക്ക് വരും. ഇത്രയും സാധനങ്ങൾ എൻ്റെ ഞാൻ വെക്കുന്നുണ്ട് എൻ്റെ ബോക്സിൽ. പിന്നെ നമ്മളുടെ ഇതില്ലേ, ഇത് നമ്മളുടെ റഫ്, ഞാൻ നമ്മുടെ സ്കൂളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി എടുത്ത റഫാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് ബാഗിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, ഇത് പിന്നെ എനിക്ക് ആവശ്യമില്ല, ഇത് ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മതി കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്താ സാധനം. ഇത് നമ്മളുടെ ജിയോമെട്രിക്കൽ ബോക്സ് ആണ് കേട്ടോ. ഇത് ജിയോമെട്രിക്കൽ ബോക്സ് ആണ്. ഇത് ഞങ്ങൾക്ക് 5ാം ക്ലാസ് തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇതിൽ തന്നെ സ്കെയില് ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ എടുത്തതാണ്, കണ്ടില്ലേ, റൗണ്ട് വരയ്ക്കാനും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പെൻസിൽ ഇതാ കണ്ടില്ലേ, പെൻസിലൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വേറെ എടുക്കുന്നതാണ്. അത് വല്ലതും പോയാൽ നമുക്ക് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി. അത് തന്നെ സ്കട്ടർ, റബ്ബർ, സ്കെയില് ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചിലവർ ഇത് മാത്രമേ സ്കൂളിലേക്ക് ബോക്സ് ആയിട്ട് വാങ്ങുള്ളൂ. വേറെ ഒരു ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതപ്പം ഒരു അടിപൊളി ഒരു ബോക്സ്. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു സ്കെച്ച്, കണ്ടില്ലേ, സ്കെച്ച്. എനിക്ക് നാളെ സ്കൂളിലേക്ക് പ്രവേശനോത്സവം ആയതുകൊണ്ട് ഇത് ഉപയോഗമല്ല, അത് വാങ്ങുന്നത്, ഞാൻ അതെടുക്കുന്നില്ല. ഇത് പിന്നെ എൻ്റെ കഴിഞ്ഞ കാലത്തെ സ്കെയിലായിരുന്നു, ഇതൊന്നും ആയില്ല കേട്ടോ. ഇത് മരത്തിന് നല്ല അടിപൊളി സ്കെയിലാണ്, ഇതൊന്നും ആയില്ല. പിന്നെ ഈ മിസ്സൊക്കെ നമുക്ക് വെക്കേഷനിൽ കുറേ സംഭവങ്ങളൊക്കെ എഴുതാനൊക്കെ അയച്ചിരുല്ലേ, അത് ഞാൻ എനിക്കെൻ്റെ അമ്മ വന്നൊരു ബുക്കാണ്. ആ ബുക്കിലാണ് ഞാൻ ഇതൊക്കെ എഴുതിയെടുത്തത്, കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ എഴുതിയെടുത്തതാണ്. 5ാം ക്ലാസ്സത്തതും 4ാം ക്ലാസ്സത്തതും മിസ് അയച്ച എന്തൊക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇക്കൊല്ലം ഞാൻ ലഞ്ച് ബോക്സാണ്, അപ്പം ഞാൻ എൻ്റെ താഴെ അതുണ്ട്, ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാഗിൽ ഇതൊക്കെ എടുത്തേക്കാം. ഞാൻ ബാഗിലൊക്കെ എടുത്തേക്കാൻ പോവാണ്. ഫസ്റ്റ് കള്ളിയിൽ ഞാൻ എൻ്റെ ബോക്സ് എടുത്തു. എടുത്തേക്കുക. ഇതിൽ എപ്പോഴത്തെയോ മുട്ടായി പാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ അങ്ങോട്ട് വെച്ച്. അപ്പം ഞാൻ അതാ ഫസ്റ്റ് നമ്മളെ ഈ ബോക്സ് ഞാൻ ഫസ്റ്റ് കള്ളിയിൽ വെച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആ കള്ളി അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലായിട്ട് ഈ സ്കെയിൽ, ഇതെന്തിനാലേ കള്ളി കളയണം, അതുകൊണ്ട് ഞാൻ അത് തന്നെ എൻ്റെ കഴിഞ്ഞ സ്കെയിൽ അത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞു നമ്മളെ ബുക്ക് ഞാൻ ലാസ്റ്റ് കള്ളിയിലാണ് എപ്പോഴും വെക്കാറ്. അപ്പം ഞാൻ ലാസ്റ്റ് കള്ളി തുറന്ന് എൻ്റെ ബുക്ക് അതായത് എൻ്റെ റഫ്, ഈ റഫ് ഞാൻ എടുത്തതിലേക്ക് വെക്കുന്നുണ്ട്. ലാസ്റ്റ് കള്ളി
ഞാൻ റഫ് വെച്ച് പിന്നെ ഞാൻ കൊണ്ടുപോയാണ്, പക്ഷെ ഞാൻ സമ്മതിച്ചിട്ട് ഞാൻ അത് കൊണ്ടുപോകുന്നില്ല. നല്ല ഇനി എഴുതിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിപ്പിക്കാൻ പോകുമ്പം ഞാൻ ഇടും. പിന്നെ ഈ ഒരു പെന്നും പെൻസിലും ഉണ്ട്, അത് കിട്ടിയതാണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം എൻ്റെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ സ്കൂളിലേക്ക് നാളെ കൊണ്ടുപോകുന്നത്. മറ്റന്നാൾ ഒരു കുപ്പിയുണ്ട് ഗൈസ്, അതും താഴത്താളുള്ളത്, അതുകൊണ്ട് ഞാൻ അതും കാണിക്കുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ നാളത്തെ സംഭവങ്ങൾ. അപ്പം ഇനി ഇതുപോലത്തെ സ്കൂൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ടാറ്റ.